വീണ്ടും ഒരു സ്റ്റേറ്റ് അവാർഡ് പ്രഖ്യാപനം വന്നിരിക്കുകയാണ്. അപ്പോൾ മമ്മൂക്ക ബെസ്റ്റ് ആക്ടറായിരിക്കുകയാണ്. എല്ലാം നമ്മൾ പ്രതീക്ഷിച്ച പോലെ തന്നെ, അല്ലെങ്കിൽ എല്ലാവർക്കും ഒരേപോലെ തന്നെ അംഗീകരിക്കുന്ന അവാർഡ്സൊക്കെ തന്നെയാണ്. പിന്നെ കുറച്ച് വിവാദങ്ങളൊക്കെ എല്ലാ പ്രാവശ്യത്തും പോലെ ഇപ്രാവശ്യം സംഭവിച്ചിട്ടുണ്ട്. അതിൽ മെയിനായിട്ട് കുട്ടികൾക്കുള്ള സിനിമയ്ക്കൊന്നും അവാർഡ് കിട്ടിയിട്ടില്ല, അല്ലെങ്കിൽ ഒരു ബെസ്റ്റ് ചൈൽഡ് ആർട്ടിസ്റ്റ്, അത് ആൺകുട്ടിയായാലും പെൺകുട്ടിക്കായാലും അവാർഡ്സ് ഒന്നും കൊടുത്തിട്ടില്ല എന്നുള്ളതാണ്. അതിന് പറ്റിയ സിനിമകളില്ലായിരുന്നു എന്നുള്ളതാണ് ജൂറി പറയുന്നത്. അപ്പോൾ ഈ കുട്ടികൾക്കുള്ള സിനിമകളെക്കുറിച്ച് ജൂറിയുടെ കാഴ്ചപ്പാടുണ്ട്. അതായത് കുട്ടികൾ അതിൽ അഭിനയിച്ചു എന്ന് വെച്ചുകൊണ്ട് മാത്രമല്ല, അവർ കുറേ കാര്യങ്ങൾ അവർ പറഞ്ഞിട്ടുണ്ട്. അതിൻ്റെ ഡീറ്റെയിൽസിലേക്ക് ഞാൻ പോകുന്നില്ല. അപ്പോൾ നമുക്കറിയാം, ഇവിടെ മൈഡിൽ കുട്ടിച്ചാത്തൻ മുതൽ ഒരുപാട് കുട്ടികൾക്കുള്ള സിനിമകൾ മലയാളത്തിൽ സംഭവിച്ചിട്ടുണ്ട്. ഇന്ത്യൻ സിനിമയിൽ തന്നെ നല്ല നല്ല ഒരുപാട് കുട്ടികൾക്കുള്ള സിനിമകൾ എടുത്തിട്ടുള്ള അല്ലെങ്കിൽ വന്നിരിക്കുന്ന ഒരു ഇൻഡസ്ട്രി തന്നെയാണ് നമ്മുടെ മലയാള സിനിമ. അതിലെനിക്ക് പെട്ടെന്ന് തോന്നിയ ഒരു സിനിമയാണ് അത്. ഒരു അവാർഡ് സിനിമയായിട്ട് ഒരിക്കലും നമുക്ക് കണക്കാക്കാൻ പറ്റില്ല. നല്ലൊരു കമേഴ്ഷ്യൽ സിനിമ തന്നെയാണ്. പക്ഷേ അതിന് മികച്ച കുട്ടികൾക്കുള്ള നാഷണൽ അവാർഡും സ്റ്റേറ്റ് അവാർഡും കിട്ടിയ ഒരു സിനിമയുണ്ട്. അത് 88 റിലീസ് ചെയ്ത മനുവങ്ങൾ എന്ന് പറയുന്നൊരു സിനിമയാണ്. അപ്പോൾ ആ ഒരു സിനിമ ഞാനൊക്കെ എത്രയോ പ്രാവശ്യം കണ്ടിട്ടുണ്ടെന്ന് പറഞ്ഞാൽ നമുക്കറിയില്ല. അത്രയധികം എന്താ പറയുക, എനിക്ക് എണ്ണിയാൽ നമുക്ക് അത്രയധികം പ്രാവശ്യം ഞാൻ ആ സിനിമ കണ്ടിട്ടുണ്ട്. നിങ്ങൾ പലരും ആ സിനിമ കണ്ടിട്ടുണ്ടോ? നമ്മളൊരു 80s ജനിച്ച 90s കിഡ്സ് എന്നൊക്കെ പറയാം. അവരുടെയൊക്കെ ഏറ്റവും ഫേവറേറ്റ് സിനിമകളിൽ ഒന്നാണ്. കാരണം ആ ഒരു സിനിമയുടെ പ്രത്യേകത എന്ന് വെച്ചാൽ മലയാളത്തിലെ എല്ലാ മേജർ സൂപ്പർ സ്റ്റാർസും, മമ്മൂക്കയാണ് അതിലെ പ്രധാന വേഷം, മനുവങ്കിളായിട്ട് മമ്മൂക്കയാണ്, ലാലേട്ടനായിട്ട് തന്നെ മോഹൻലാലായിട്ട് തന്നെ സിനിമയിൽ അഭിനയിച്ചിട്ടുണ്ട്. സുരേഷ് ഗോപി അതിൽ മിന്നൽ പ്രതാപ് എന്നും പറഞ്ഞ് അതുവരെ ചെയ്യാത്ത തരത്തിലുള്ള റോള് സുരേഷ് ഗോപി ചെയ്തിട്ടുണ്ട്. പിന്നെ ത്യാഗരാജൻ, തമിഴിലെ സൂപ്പർ സ്റ്റാർ, 80s സൂപ്പർ സ്റ്റാർ, അദ്ദേഹം വില്ലനായിട്ട് അഭിനയിച്ചു. MG സോമനുണ്ട്. പിന്നെ കുറേ ആർട്ടിസ്റ്റുകളുണ്ടെങ്കിലും ആ ഒരു സിനിമയിൽ നമ്മുടെ മനസ്സിൽ ഏറ്റവും കൂടുതൽ എന്താ പറയുക, പ്രിയപ്പെട്ടതായി മാറിയ അതിലെ ബാലതാരങ്ങളാണ്. അതിൽ സോണിയ എന്ന് പറയുന്ന ഒരു ബാലതാരം, അവർ ഒരു നല്ലൊരു അറിയപ്പെടുന്ന ചൈൽഡ് ആർട്ടിസ്റ്റായിരുന്നു. പിന്നീട് അവർ ഒരുപാട് വലുതായ ശേഷം ഒരുപാട് സിനിമകൾ അഭിനയിച്ചു. ഇപ്പോഴും അവർ സീരിയൽസിലൊക്കെ അഭിനയിക്കുന്നുണ്ട്. ബാക്കിയെല്ലാം പുതിയ കുട്ടികളെയാണ് അവരെ ഓഡിഷൻ ചെയ്തിട്ട് അന്ന് എടുത്തിരിക്കുന്നത്. ഇപ്പോൾ ഡെന്നിസ് ജോസഫ്, നമുക്കറിയാം, ന്യൂഡൽഹി പോലെ, നിറക്കൂട്ട് പോലെയൊക്കെ ബ്രഹ്മാണ്ഡ ഗംഭീര സിനിമകളുടെ നിരക്ക് തകർത്ത് അദ്ദേഹം വളരെ കുറച്ച് സിനിമകളെ സംവിധാനം ചെയ്തിട്ടുള്ളൂ. അതിൽ അദ്ദേഹം ആദ്യമായിട്ട് സംവിധാനം ചെയ്ത അഥർവാണോ മനുകളാണോ ആദ്യം എന്നുള്ള ഞാൻ പെട്ടെന്ന് വിട്ടുപോയി. എന്തായാലും അദ്ദേഹം സംവിധാനം ചെയ്തൊരു സിനിമ ഷിബു ചക്രവർത്തി, അദ്ദേഹത്തിൻ്റെ തന്നെ ശിഷ്യനായിട്ട് വന്ന് അദ്ദേഹത്തിൻ്റെ റൈറ്ററാണ്. ഷിബു ചക്രവർത്തിയാണ് ആ ഒരു സിനിമയുടെ സ്ക്രിപ്റ്റ് ചെയ്തത്. ഈ സിനിമ ശരിക്കും അന്ന് KG ജോർജിന് സംവിധാനം ചെയ്യാൻ ആഗ്രഹിച്ചിരുന്ന ഒരു സിനിമയായിരുന്നു. KG ജോർജ്, നമുക്കറിയാം, KG ജോർജ് യവനിക പോലത്തെ സിനിമകളൊക്കെ ചെയ്തിട്ടുള്ള KG ജോർജ് ശ്യാമ എന്ന് പറയുന്ന ഡെന്നിസ് ജോസഫിൻ്റെ ജോഷി സംവിധാനം ചെയ്ത സിനിമയുടെ പ്രിവ്യൂ കണ്ടിട്ട് വളരെയധികം അപ്രിഷ്യേറ്റ് ചെയ്ത ഒരു സിനിമയായിരുന്നു. എന്നിട്ട് പറഞ്ഞാണ്, എനിക്ക് ഇതുപോലത്തെ ലൈറ്റായിട്ടുള്ള മനോഹരമായിട്ടൊരു സിനിമ എനിക്ക് എഴുതി തരണം എന്ന് പറഞ്ഞ് അങ്ങനെ KG ജോർജിനെ സംവിധാനം ചെയ്യാൻ വേണ്ടി ഡെന്നിസ് ജോസഫ് എഴുതിയ സിനിമയാണ് മനുവങ്കിൾ. പക്ഷേ പല കാരണങ്ങളുണ്ട് സിനിമ ഡിലേ ആയിപ്പോയി. പിന്നെ പെട്ടെന്ന് പ്രൊഡ്യൂസർ വന്ന് അവർക്ക് പെട്ടെന്നൊരു സിനിമ ഡെന്നിസ് ജോസഫ് ചെയ്യണം എന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോഴാണ് മനുവങ്കിൾ വീണ്ടും പൊടിയെട്ടിയെടുത്ത് ആ സിനിമ ചെയ്തത്. ആ സിനിമ തുടങ്ങുന്നതൊക്കെ അറിയാം, മമ്മൂക്ക മാത്രമേ ആ സിനിമയിൽ ശരിക്കും ഡെന്നിസ് ജോസഫ് പറഞ്ഞു മമ്മൂക്ക മാത്രമേ ഉള്ളൂ. മറ്റേത് മോഹൻലാൽ റോള് ആരെങ്കിലും അഭിനയിപ്പിക്കണം, പിന്നെ മറ്റേത് ജഗദീഷ് ശ്രീകുമാർ മിന്നൽ പ്രതാപമായിട്ട് വരണം എന്നൊക്കെയായിരുന്നു പ്ലാൻ ചെയ്തത്. പക്ഷേ കറങ്ങി തിരിഞ്ഞ് അന്ന് ലാലേട്ടൻ അഭിനയിക്കുന്നു. അപ്പുറത്ത് ഷൂട്ട് കാണാൻ വന്ന സുരേഷ് ഗോപിനെ പിടിച്ച് ജഗദീഷ് ശ്രീകുമാർ അഭിനയിക്കാൻ പറ്റാതിരുന്നപ്പോൾ സുരേഷ് ഗോപിനെ അഭിനയിപ്പിക്കുന്നു. അങ്ങനെ എല്ലാം കൂടി ഒത്തു വന്നാണ്, യാദൃശികമായിട്ട് ഒത്തു വന്നാണ്. പിന്നെ അതിൽ കുട്ടികളെക്കുറിച്ച് അസാധ്യമായിട്ടുള്ള കുട്ടികൾ പെർഫോം ചെയ്തിട്ടുള്ളതാണ്. അങ്ങനെയാണ് ആ സിനിമയ്ക്ക് നാഷണൽ അവാർഡ് കിട്ടിയത്. പക്ഷെ അന്ന് ഡെന്നിസ് ജോസഫ് പറഞ്ഞ അദ്ദേഹത്തിന് സ്റ്റേജിൽ കയറാൻ വളരെ പേടിയായിരുന്നു. അങ്ങനെ ഒരു സ്റ്റേജ് ഫിയർ ഉള്ള ഒരാളായതുകൊണ്ട് ആ നാഷണൽ അവാർഡ് വാങ്ങാൻ അദ്ദേഹം പോയില്ല എന്നാണ് പറയുന്നത്. എന്തായാലും എൻ്റെ ഒരു ഫേവറേറ്റ് സിനിമ, അതായത് ഒരു സിനിമ, കുട്ടികൾക്കുള്ള സിനിമ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ ഒരു ഫേവറേറ്റ് സിനിമകളൊന്ന് തന്നെയാണ് മനുവങ്കിൾ. പിന്നെ ആ മനുവങ്കിളിലെ ബാലതാരങ്ങൾ നമുക്കറിയാം, അവരൊക്കെ പിന്നീട് അധികം സിനിമകളൊന്നും അവർ ചെയ്തിട്ടില്ല. പക്ഷേ അതിൽ ലോതർ എന്ന് പറയുന്ന ഒരു ക്യാരക്ടർ ചെയ്ത കുര്യച്ചൻ ചാക്കോ, അദ്ദേഹം കുറേ വർഷങ്ങൾക്ക് ശേഷം അദ്ദേഹം സൗദി വെള്ളയ്ക്ക എന്നൊരു സിനിമയിൽ ജഡ്ജായിട്ട് വന്നു. പിന്നെ ബാക്കി അവരൊക്കെ പിന്നീട് പല ഇൻ്റർവ്യൂസിലൂടെയൊക്കെ സോഷ്യൽ മീഡിയയിലൂടെയൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട്. അതിൽ അഭിനയിച്ച, അതിൽ ഖാദർ എന്ന് പറയുന്ന ഒരു വേഷം ചെയ്ത അദ്ദേഹം ചാർട്ടർ അക്കൗണ്ടൻ്റായിട്ട് ബോംബെയിലുണ്ട്. സന്ദീപ് എന്നാണ് അദ്ദേഹത്തിൻ്റെ പേര്. അതുപോലെ തന്നെ അനൂപ് എന്ന് പറയുന്ന ഒരു ഡോക്ടറാണ്. അതിൽ ശംഖു എന്ന് പറഞ്ഞ ക്യാരക്ടർ ചെയ്ത അദ്ദേഹം ഒരു ഡോക്ടറാണ്. പിന്നെ ഇക്രുവായിട്ട് ചെയ്ത നടൻ എവിടെ എന്ന് എല്ലാവരും ചോദിക്കാറുണ്ട്. അതിൽ
ഇതുവരെ എവിടെയാണ് നമുക്ക് ആർക്കും പിടികിട്ടിയിട്ടില്ല. അദ്ദേഹം അന്ന് കുട്ടിയായിരുന്നു, ഇന്ന് എന്തായാലും ഒരു 40-45 വയസ്സൊക്കെ ഉണ്ടാവും. അന്ന് ആ ആൾ ഇപ്പോൾ എവിടെയാണെന്നുള്ളത് അറിയില്ല. മലയാളി അല്ല എന്നുള്ളതാണ് എൻ്റെ ഒരു അറിവ്. സോഷ്യൽ മീഡിയയിലൂടെയൊക്കെ കുറേ നോക്കി. ഉണ്ണികളെ ഒരു കഥ പറയാമെന്ന് പറയുന്ന സിനിമ ഇതേപോലെ തന്നെ കുട്ടികൾക്കുള്ള ഒരു നല്ലൊരു സിനിമയാണ് അത്. ആ ഒരു സിനിമയുടെ ഒരു ഗെറ്റ് ടുഗദർ നടത്തിയപ്പോൾ അതിൽ അഭിനയിച്ച എല്ലാവരും, അതിൽ ലാലേട്ടനും സംവിധായകൻ കമലും നായികയായ കാർത്തിക് ഉൾപ്പെടെ എല്ലാവരും വീണ്ടും ഒരുമിച്ച് ഒരു ഫംഗ്ഷൻ എറണാകുളത്ത് നടന്നിരുന്നു. പക്ഷേ അതിലും ആ അഭിനയിച്ച കുട്ടികളെല്ലാവരും വന്നെങ്കിൽ കൂടിയും അതിൽ ആ ഇക്രു എന്ന് പറയുന്ന ആ ക്യാരക്ടർ, മനുവങ്കളിൽ ഇക്രു എന്ന് പറയുന്ന ആ ഒരു ക്യാരക്ടർ ചെയ്ത കുട്ടി കുറേ സിനിമകൾ അന്ന് അഭിനയിച്ചിട്ടുണ്ട്. അപ്പോൾ ഉണ്ണികളെ ഒരു കഥ പറയാൻ ടീമും ആ കുട്ടീനെ കുറേ അന്വേഷിച്ചു, പക്ഷേ കിട്ടിയില്ല. എന്തായാലും ഇക്രു എവിടെയുണ്ട് എന്നുള്ളത് നിങ്ങൾക്ക് അറിയുമെങ്കിൽ നിങ്ങൾ പറയുക. എന്തായാലും കുട്ടികൾക്കുള്ള സിനിമ ഈ വർഷം നല്ലൊരു സിനിമ സംഭവിക്കാത്തതുകൊണ്ട് ജൂറി അങ്ങനെ ഒരു തീരുമാനമെടുത്തു. പക്ഷേ വരും വർഷങ്ങളിൽ അങ്ങനെ ആവാതിരിക്കട്ടെ, നല്ല നല്ല സിനിമകൾ ഇനിയും സംഭവിക്കട്ടെ. അതൊരു പ്രചോദനം തന്നെയായിരിക്കും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല.